നമ്മുടെ ടൂറിസം മേഖലയെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പൊന്നാനി മണ്ഡലം എന്ന് പറയുന്നത് നല്ല ടൂറിസം വികസനത്തിനുള്ള നല്ല സാഹചര്യമുള്ള മണ്ഡലമാണ്. എന്തുകൊണ്ട് ഇന്നലെ വരെ നമ്മുടെ ഭരണ സംവിധാനം അത് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. സത്യത്തിൽ നമ്മുടെ ടൂറിസം മേഖലയിൽ നല്ല മാറ്റം ഉണ്ടാകേണ്ട കാലഘട്ടം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ടൂറിസം പദ്ധതികൾ നല്ല നിലയിൽ പൊന്നാനിയുടെ വികസനം ടൂറിസത്തിന്റെ ഭാഗമായി തന്നെ ഇന്ന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ടയില്ല. കാർഷിക മേഖലയും അതുപോലെ തന്നെ ടൂറിസം മേഖലയും ഇത് രണ്ടും വികസിച്ചാൽ പൊന്നാനി വലിയ നിലയിലെ വികസനം ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ദേശീയ ജലപാത തന്നെ. നിങ്ങൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. ദേശീയ ജലപാതയുടെ പദ്ധതി ഭാഗമായിട്ട് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ എന്താ പറഞ്ഞത്? 2022 പൂർത്തീകരിക്കും, 2023 പൂർത്തീകരിക്കും, ഇപ്പൊ 24 പൂർത്തീകരിക്കും. പക്ഷെ എന്തെങ്കിലും നടപ്പിലാക്കിയ എത്ര സുന്ദരമായ പദ്ധതിയാണ്, വളരെ സുന്ദരമായ പദ്ധതി. നമുക്കിവിടെ നിന്ന് കപ്പൽ ഉൾപ്പെടെ നമ്മുടെ ചരക്ക് ഗതാഗതം ഒരു ഭാഗത്ത് നടത്താം. ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദേശ ടൂറിസ്റ്റുകൾ വലിയ ആകർഷണം ഉണ്ടാകുന്ന പദ്ധതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മേഖലയിലൊക്കെ തീരദേശ മേഖലയിലൊക്കെ വലിയ നിലയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയാൽ ഇവിടെ ഇപ്പൊ കുറച്ച് ബൾബെന്തെങ്കിലും ഇട്ട് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചമുണ്ടാക്കി അല്ലെങ്കിൽ പെയിന്റ് അടിച്ചിട്ടുള്ള ടൂറിസം പദ്ധതിയല്ല നമുക്ക് ആവശ്യം. നമുക്ക് കൃത്യമായ പ്രൊജക്ട് തയ്യാറാക്കിയിട്ട് വിദേശ രാജ്യത്തിലെ ജനങ്ങളെ കൂടി ആകർഷിക്കുന്ന നിലയിലേക്ക് നമ്മുടെ നാടിന്റെ വികസനം, നമ്മുടെ വലിയ നിലയിൽ നാട് തന്നെ വികസിക്കാനാവുന്ന നിലയിലുള്ള പദ്ധതികൾ ഇവിടെ കൊണ്ടുവരും. ഒരു സംശയവും വേണ്ട. എന്നെ വിജയിപ്പിച്ചാൽ നിങ്ങളുടെ ഈ മണ്ഡലത്തിലെ ലോക ഭൂപടത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ടാകുക. ടൂറിസവും അതുപോലെ കാർഷിക മേഖല അതുതന്നെയാണ്. കാർഷിക മേഖലയിലും ഇവിടെ നല്ല സാധ്യതയുണ്ട്. നമുക്ക് കർഷകരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്താൽ ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളുണ്ട്. കാർഷിക മേഖലയിൽ ആ പദ്ധതി പലതുമുണ്ട്. ആ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കിയാൽ അവരുടെ കൂടെ നിന്ന്, കർഷകന്റെ കൂടെ നിന്ന് അത് നടപ്പിലാക്കിയാൽ നമുക്കത് വലിയ നിലയിലുള്ള വിജയമുണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഈ പൊന്നാനിയിലെ മണ്ഡലത്തിൽ ഏറ്റവും വികസനം ഉണ്ടാകുന്നത് ഒന്ന് കാർഷിക മേഖലയും അതുപോലെ ടൂറിസം മേഖലയുമായിരിക്കും.